ഗുഡ് ഈവനിങ്. ഓക്കെ, ഭക്ഷണം കഴിച്ചല്ലേ? ഓക്കെ. എൻ്റെ പേര് ഡോക്ടർ വിനീത്. ഞാൻ എമർജൻസി ഫിസിഷ്യനാണ്. എമർജൻസി മെഡിസിനിലത്തെ ഡോക്ടറാണ്. കേട്ടിട്ടുണ്ടോ എമർജൻസി മെഡിസിൻ? ഇല്ല. ഓക്കെ, ശരി. ഏറ്റവും ആദ്യം ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത ഗവൺമെൻറ്റിനും അതേപോലെ ജനം ടി വിക്കും അതിനൊരു വേദി ഒരുക്കിയ ചിന്മയ്ക്കും എൻ്റെ വളരെയധികം സന്തോഷവും സ്നേഹവും ഞാൻ പ്രകടിപ്പിക്കട്ടെ. ഞാനൊരു ചിന്മയിറ്റാണ്. ഞാൻ എൻ്റെ പാലക്കാട് അറിയോ? പാലക്കാട് എന്നുള്ള സ്ഥലം അറിയോ? പാലക്കാട് ഒരു ചിന്മയുണ്ട്. പാലക്കാട് ചിന്മയിലാണ് ഞാൻ എൻ്റെ LKG UKG ഒക്കെ പഠിച്ചത്. അപ്പോൾ ഞാനൊരു പഴയ ചിന്മയിറ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോഴേ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ലഹരിയെക്കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗം, സാറിൻ്റെ കുറേ അനുഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അഡിക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അഡിക്ഷൻ, വിഡ്രോവൽ കേട്ടിട്ടുണ്ടോ? വിഡ്രോവൽ സിംറ്റംസ്, അഡിക്ഷൻസ്. ഉറങ്ങിപ്പോയോ എല്ലാവരും? ബോറടിക്കുന്നുണ്ടോ ചെറുതായിട്ട്? ആരാ പുഷപ്പ് ചെയ്യുക? ഒരു 10 പുഷപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാരാ? 10 പുഷപ്പ്. ഇവിടെ നേരത്തെ കുറച്ച് പേര് പുഷപ്പ് ചെയ്തു. ആരാ വരിക 10 പുഷപ്പ് ചെയ്യാൻ? മോശമാണ്. ആരും വന്നില്ലേ? മോശമാണ്. ആരാ ചെയ്യുക 10 പുഷപ്പ്? വേഗം 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 വേഗം. NSSകാരൊന്നും പുഷപ്പ് ചെയ്യില്ലേ? ഇവിടെ പുഷപ്പ് ചെയ്തല്ലോ. 10 പുഷപ്പ് ആര് ചെയ്യും? പെട്ടെന്ന്. അല്ലേ സ്കൂളിന് നാണക്കേടാണേ. ആരുമില്ല? വാ വാ വാ. പേരെന്താ? ധ്യാൻ നിരഞ്ജൻ. ധ്യാൻ നിരഞ്ജൻ. എത്രാം ക്ലാസ്സിലാ? 16. എത്രാം ക്ലാസ്സിലാ? എന്നെക്കാട്ടിലുണ്ട് ധ്യാൻ അല്ലേ? എന്നെക്കാട്ടിലുണ്ട് ധ്യാൻ. 10 പുഷപ്പ് ചെയ്യും. കൗണ്ട് ചെയ്യോ? നിങ്ങൾ കൗണ്ട് ചെയ്യോ? സ്റ്റാർട്ട്. 2 3 4 5 6 7 8 9 10. ഫാന്റാസ്റ്റിക് നിരഞ്ജൻ. സുഖമായിട്ട് ചെയ്തു അല്ലേ 10 പുഷപ്പ്? ഇപ്പം എന്താ തോന്നണേ പുഷപ്പ് ചെയ്തപ്പോൾ? എല്ലാം എനർജറ്റിക് ആയി തോന്നി. എനർജറ്റിക് ആയി. അവർ കൈയടിച്ചപ്പോൾ സന്തോഷം തോന്നിയോ? യെസ്. ഓക്കെ, താങ്ക് യു നിരഞ്ജൻ. ഇതിപ്പോൾ എന്താ സംഭവിച്ചേ? നിരഞ്ജൻ പുഷപ്പ് ചെയ്തു, നിങ്ങൾ കൈയടിച്ചു. നിരഞ്ജൻ വരാനുള്ള മനസ്സ് കാണിച്ചു അല്ലേ? നിരഞ്ജന് പുഷപ്പ് ചെയ്തതിന് പ്രൈസും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്തിട്ട് ആൾക്കാർ കൈയടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? സന്തോഷം തോന്നും അല്ലേ? അത് നമുക്ക് റിവാർഡാണ്. വി ഫീൽ റിവാർഡഡ്. ആ റിവാർഡ് വരുമ്പോൾ സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മാർക്ക് 100ൽ 100 കിട്ടി, വീട്ടിൽ കൊണ്ട് കാണിക്കുമ്പോൾ അച്ഛനമ്മയും പറയുന്നു നന്നായി മോളെ അല്ലെങ്കിൽ നന്നായി മോനെ. നമുക്ക് സന്തോഷം വരുന്നു. ആ റിവാർഡ് വരുമ്പോൾ സന്തോഷം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് പല ഹോർമോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. പല പേരുകളുണ്ട്. ഡോപ്പമിൻ. അമ്മയ്ക്ക് കുഞ്ഞിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ ഒരു ഓമനത്വം തോന്നില്ലേ? ഇഷ്ടം തോന്നില്ലേ? അതൊരു ഹോർമോൺ അല്ലെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലഹരികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഈ ലഹരികൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പോലെ പ്രവർത്തിക്കും. ഞാൻ താഴേക്ക് വരാം അല്ലേ? കുറച്ച് പേര് അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ റിവാർഡിങ് വരുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന ലഹരികളുണ്ടല്ലോ,
ലഹരി നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് മിമിക് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പോലെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും, നമ്മൾ ചിരിക്കാൻ തുടങ്ങും, നമുക്ക് എല്ലാവരോടും ഇഷ്ടം തോന്നും. നമ്മൾ വെളിച്ചം കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ പച്ച, മഞ്ഞ, നീല വളരെ രസകരമായിട്ടുള്ള കളറായിരിക്കും. നമുക്ക് ലോകത്തിനോട് തന്നെ സ്നേഹം തോന്നും. നമ്മൾ തോന്നും നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആൾ. ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇംഗ്ലീഷ് പറയാത്ത ആൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങും. നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തും. അത് ഓരോ തരത്തിലുള്ള ലഹരിയാണ്. ചില ലഹരിയാവുമ്പോൾ നമ്മൾ അങ്ങനെ മയങ്ങിപ്പോവും. അപ്പോൾ ഇതെന്താ നല്ലതല്ലേ, രസമല്ലേ ഇത് അല്ലേ? അങ്ങനെ ചെറുത് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ രസമല്ലേ, സന്തോഷമല്ലേ? രസമാണോ? രസമല്ല. എന്തേ? ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. ചിലത് കുറച്ച് മിനിറ്റുകൾ, ചിലത് കുറച്ച് മണിക്കൂർ. ആ സമയം കഴിഞ്ഞ് എന്താവും? ടീം എന്ന് പറഞ്ഞ് താഴ്വും. പേടി വന്നു തുടങ്ങും, ദേഷ്യം വരും, വിറയൽ തുടങ്ങും. ഇനിയും വേണം, ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹം തോന്നും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ രീതി പ്രയോഗിക്കാൻ പറ്റുമോ ആ രീതിയെല്ലാം പ്രയോഗിച്ചു തുടങ്ങും. നമുക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് വരാം. അത് കിട്ടാതെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഛർദി വരും, വയറുവേദന വരും, തലവേദന വരും, വിഡ്രോവൽ സിംറ്റംസ് വരും. അപ്പോൾ ക്ഷണികമായിട്ട് കിട്ടുന്ന എന്ത് പ്ലഷറും ഒരിക്കലും നല്ലതായിരിക്കില്ല. നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന പ്ലഷർ, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഫോൺ ഒരു അഡിക്ഷനാണ്. ചായ കുടിക്കാറുണ്ടോ? കാപ്പി ചായ വീട്ടിൽ സ്ഥിരമായിട്ട് കുടിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും കുടിക്കുന്ന ആൾക്കാർ ഒരു ദിവസം ഒന്ന് കുടിക്കുന്ന നിർത്തി നോക്കിയേ, തലവേദന വരുമോ? തലവേദന വരും. ഒരു നെഞ്ചിടിപ്പ് പോലെയൊക്കെ തോന്നി തുടങ്ങും, ഒരു അസ്വസ്ഥത, ക്ഷീണം. അതൊരു ചെറിയ തരത്തിലുള്ള അഡിക്ഷനാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഒരിക്കലും ശരീരത്തിന് നല്ലതായിരിക്കില്ല. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലഷറും, ഇപ്പോൾ പലപ്പോഴും നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തുടക്കത്തിലൊക്കെ ഇത് ചിലപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. ഒരു തവണ ഉപയോഗിച്ചു, 2 തവണ ഉപയോഗിച്ചു, 3 തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് 4ാമത്തെ തവണ വേണമെന്ന് പറയുമ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് തരുമോ? ഇല്ല, നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. 2ാമത്തേത് പിന്നെ അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രഗ് ക്യാരിയേഴ്സായിട്ട് മാറാം. അപ്പോൾ ഈ ഡ്രഗ് എന്ന് പറയുന്ന സാധനം, ഡ്രഗ് മാത്രമല്ല കേട്ടോ, അത് എന്താ പറയുക, സിഗരറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും ഇതെല്ലാം അഡിക്റ്റീവ്സാണ്, അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് സിസ്റ്റം, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മളെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇത് ചെയ്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയോ? പുകവലിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? സിനിമയുടെ മുമ്പിലൊക്കെ തുടക്കത്തിൽ കാണിക്കില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ശ്വാസകോശം സ്പോഞ്ച്. എന്ത് സംഭവിക്കും ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയതുകൊണ്ട്? പുകവലിച്ചു കഴിഞ്ഞാൽ ലങ്സിന് ഡാമേജ് വരും, ക്യാൻസർ വരും. വേറെന്ത് വരും? തൊണ്ടയിൽ ക്യാൻസർ വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അതേപോലെ തന്നെ മദ്യം ഇതേപോലെ തന്നെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? സിറോസിസ് ലിവർ. എക്സലൻറ്റ്. ഒരു കൈയടി കൊടുക്കോ? സിറോസിസ് ലിവറിന് വരുന്ന അസുഖങ്ങൾ. അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം മോശമാവാം. ശരീരം, എല്ലാവരും സമയമെത്തി മരിക്കുന്നതിന് ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ ആൾക്കാർ മരിച്ചു പോകും. ഇത്തരത്തിലുള്ള ഈ ലിവറിനൊക്കെ ഡാമേജ് ഒരു പോയിന്റ് കഴിഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലിവർ തനിയെ, നമുക്ക് കയ്യിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുമോ? തനിയെ ഉണങ്ങുമോ? കയ്യിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീണിട്ട് മുട്ടിലോ തലയിലോ കയ്യിലൊക്കെ മുറിവ് ആയി കഴിഞ്ഞാൽ തനിയെ ഉണങ്ങില്ലേ? ലിവറും അങ്ങനെയാണ്, കുറച്ചൊക്കെ അത് തനിയെ ഉണങ്ങും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാൻ പറ്റില്ല. ലിവർ എന്നേക്കുമായിട്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിവർ മാറ്റി വെക്കേണ്ടി വരും. ലിവർ ട്രാൻസ്പ്ലാന്റ്. ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് എളുപ്പമാണ്. നമുക്ക് കടയിൽ പോയിട്ട് പറയാൻ പറ്റും ഒരു 2 ലിവർ ഇല്ല അല്ലേ? നമ്മൾ ലിവർ വേറൊരാളിൽ നിന്ന് എടുത്തു വെക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു പ്രക്രിയയാണത്. അപ്പോൾ ശരീരത്തിലുള്ള സാധനം വ്യത്യസ്തമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരത്തിലുള്ള സാധനത്തിന് എന്തെങ്കിലും രീതിയിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നോർമലാവുക ഒരിക്കലും നോർമലാവില്ല. ഒരു നിയർ നോർമലെങ്കിലും ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ, ഡ്രഗ്സ്, അല്ലെങ്കിൽ
വായിലൂടെ എടുക്കുന്നതോ മൂക്കിലൂടെ എടുക്കുന്നതോ ആയിട്ടുള്ള ഈ ഡ്രഗ്സൊക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? സിറിഞ്ച് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ? സിറിഞ്ച് വഴി ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് കേട്ടിട്ടുണ്ടോ? അറിയോ? മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന മരുന്നുകൾ, ഡ്രഗ്സ് മരുന്നുകൾ സിറിഞ്ച് കൊണ്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയോ? നിങ്ങൾ എയ്ഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? HIV എയ്ഡ്സ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. HIV എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ, എന്താ സംഭവിക്കുക ശരീരത്തിൽ? ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അപ്പാടെ നശിക്കുന്നൊരു രോഗമാണത്. എല്ലാത്തരം രോഗങ്ങളും രോഗങ്ങൾ വരാനും നമ്മുടെ ശരീരം ഒരുപാട് പ്രോണാവുന്ന ഒരവസ്ഥയാണ് HIV എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പം അത് പകരുന്ന ഒരു രീതി, സിറിഞ്ചുകൾ തമ്മിൽ ക്രോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരാൾ യൂസ് ചെയ്ത് അതേ സിറിഞ്ച് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം യൂസ് ചെയ്ത ആൾക്ക് HIV എയ്ഡ്സ് ഉണ്ടെങ്കിൽ നമുക്കും കിട്ടാം. അതേപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം. ഒരു തരം മഞ്ഞപ്പിത്തമാണ്, ലിവറിനെ ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B അതും ഇതേപോലെ തന്നെയാണ് പടരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ശരിയല്ലാത്ത ക്രോസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇൻഫെക്ഷൻസ്, പഴുപ്പുകൾ വരാം. നിങ്ങൾ സോംബി എന്ന് കേട്ടിട്ടുണ്ടോ? സോംബി എന്താ? സോംബി എന്താ? അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത് ആണോ സോംബി? എന്താ സോംബി? വൈറസാണോ സോംബി? അവിടെ ചിലർ ബാക്കിൽ കുറച്ച് പേരൊക്കെ സോംബികളായി, ഉറങ്ങി വീണ് സോംബികളായി. എന്താ സോംബി? ഒരു തരം മരിച്ചു കഴിഞ്ഞിട്ടും നടക്കുന്ന പോലുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് സോംബി, അല്ലേ? ചില മരുന്നുകൾ, ചില ഡ്രഗ്സ് നിങ്ങളെ സോംബികളെ പോലെയാക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില സ്ഥലത്തെ ഡ്രഗ് അഡിക്ഷൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ ആൾക്കാർ വളഞ്ഞും കുനിഞ്ഞും ഒക്കെ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ കാണാം. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ കാണാം. അത് ചില മരുന്നുകളുടെ ഇഫക്റ്റാണ്. അവരെ കൊണ്ട് ശരീരം അനങ്ങാത്ത രീതിയിൽ പോകുന്നൊരവസ്ഥയിലേക്ക് പോകും. സോംബി ഡ്രഗ്സ് എന്ന് അതിന് പറയാം. ചില മരുന്നുകൾ, ഈ ഇഞ്ചക്ഷനായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മരുന്നുകളോ പോലെ പ്യുവറായിരിക്കുമോ? അല്ലെങ്കിൽ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളായിരിക്കുമോ? ഒരിക്കലും അല്ല. അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് തരത്തിൽ നിന്ന് എവിടെ നിന്ന് കിട്ടുന്ന മരുന്നാണെന്ന് വെച്ചാലും നമ്മൾ ചിലപ്പോൾ എടുത്ത് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫ്ലഷ് ഈറ്റിംഗ് ഡ്രഗ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഞരമ്പുകളും നമ്മുടെ കോശങ്ങളും നമ്മുടെ തൊലിയും നമ്മുടെ മജ്ജയും എല്ലും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള, ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ഉണ്ട്. ക്രോക്കഡൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഡ്രഗ്സ്. അപ്പോൾ ശരീരത്തിൽ എല്ലാ രീതിയിലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഡ്രഗ്സ്, അല്ലെങ്കിൽ ഈ അഡിക്ഷൻ തരുന്ന സാധനങ്ങൾ. നിങ്ങൾക്ക് അയൺമാൻ അറിയോ? അയൺമാൻ ആരാ? അയൺമാൻ പ്ലേ ചെയ്ത ആക്ടറുടെ പേരെന്താ? റോബർട്ട് ഡൗണി ജൂനിയർ. എക്സലന്റ്. ജോക്കർ അറിയോ? അറിയാം. ജോക്കർ പ്ലേ ചെയ്ത ആക്ടറുടെ പേരറിയോ? ജോക്കർ പ്ലേ ചെയ്ത ആക്ടറുടെ പേരറിയോ? ജോക്കർ പ്ലേ ചെയ്ത ആക്ടറുടെ പേരറിയോ? ഹീത്ത് ലെഡ്ജർ എന്നാണ് ആക്ടറുടെ പേര്. ഹീത്ത് ലെഡ്ജർ. സഞ്ജയ് ദത്ത് കേട്ടിട്ടുണ്ടോ? സഞ്ജയ് ദത്ത് അറിയാം. യോയോ ഹണി സിംഗ് അറിയോ? അറിയാം. ഇവർക്കൊക്കെ എന്താ കോമൺ? ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്താ കോമൺ? എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് പുറത്ത് വന്ന ആൾക്കാരാണ്. അത് പറയാൻ ധൈര്യം കാണിച്ച ആൾക്കാരാണ്. ഹീത്ത് ലെഡ്ജർ മരിച്ചു പോയത് അഡിക്ഷൻ കാരണമാണ്. ഹീത്ത് ലെഡ്ജറിന് ഓസ്കാർ അവാർഡ് കിട്ടി, പക്ഷെ വാങ്ങിക്കാൻ ആൾ അവിടെ ഉണ്ടായില്ല. കാരണം ആൾ ഓവർഡോസ് ചെയ്ത് മരിച്ചുപോയി. അപ്പോൾ ഇവർക്കൊന്നും പൈസ ഇല്ലാത്ത ആൾക്കാരല്ല, ഇവരെ ഒരുപാട് പൈസയുള്ള ആൾക്കാരാണ്. എന്നാൽ പൈസ കുറവുള്ള ആൾക്കാരുടെ മദ്യപാനവും അല്ലെങ്കിൽ ഇതുപോലത്തെ ഡ്രഗ്സിൻ്റെ യൂസ് കുറവുണ്ടോ? പൈസ ഇല്ലാത്ത ആൾക്കാരും മദ്യപാനവും ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. അപ്പോൾ പൈസ ഒരു കാരണമല്ല, അല്ലേ? ഡ്രഗ്സ് ഉപയോഗിക്കാൻ പൈസ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസമോ? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്കൂൾ പിള്ളേരുടെ നിന്ന് അല്ലെങ്കിൽ ഈവൻ പ്രൊഫഷണൽ ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്.
എഞ്ചിനീയറുടെ ഇടയിലും ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിലും ഇതുപോലെ അഡിക്ഷനുള്ള ആൾക്കാരുണ്ട് അല്ലേ? കലാകാരന്മാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കലിയില്ലാതെ ഒരു ജോലി ഇല്ലാത്ത ആൾക്കാരും മദ്യപിച്ച് വഴി കിടക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്രിയേറ്റിവിറ്റിയോ ധനമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നുമല്ല കാരണം. പിന്നെ എന്തിനാ ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്? എന്തിനായിരിക്കും ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്? ആ എക്സ്പീരിയൻസ് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് എക്സ്പീരിയൻസാ? ഞാൻ നേരത്തെ പറഞ്ഞ റിവാർഡ് സിസ്റ്റം അല്ലേ? ആ റിവാർഡ് കിട്ടുന്നത് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഡ്രഗ്സ് നമ്മൾ മൊത്തത്തിൽ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറുമോ? ഈ പ്രശ്നങ്ങളെല്ലാം തീരുമോ? ഇല്ല. എന്താ കാരണം? ഡ്രഗ്സ് അങ്ങ് ബാൻ ചെയ്താൽ പോരെ? എന്നാൽ ഈ ഇത് ഞാൻ ചോദിക്കുന്ന ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ച ചോദ്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ എന്താ പറയുക, ഹൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ തലച്ചോറിലേക്ക് ഹൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ നാച്ചുറലി നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ നാച്ചുറലി ഹൈ കിട്ടുന്നത് എങ്ങനെയാണ്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സലൻ്റ്. ഒന്ന് ഒരു കൈയടി കൊടുക്കുമോ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു നാച്ചുറൽ ഹൈ കിട്ടും അല്ലേ? മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ സ്പോർട്സ്. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഫുട്ബോൾ, ഷട്ടിൽ, ടെന്നീസ്, ഇതെല്ലാം കളിക്കുമ്പോൾ ഒരു നാച്ചുറൽ ഹൈ ആണ് കിട്ടുന്നത്. ആ നാച്ചുറൽ ഹൈ കിട്ടുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത് അല്ലേ? എളുപ്പത്തിൽ കിട്ടുന്ന നാച്ചുറൽ ഹൈ അല്ല. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിന് എപ്പോഴും ഗുണമേ ചെയ്യുള്ളൂ. എല്ലാ കാര്യത്തിലും മോഡറേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യത്തിലും മോഡറേഷൻ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ ഞാൻ സാറ് പറഞ്ഞ കാര്യം ഒരു തവണയും കൂടി പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? മോഹൻലാൽ പറഞ്ഞ പോലെ എന്ത് പറയും? നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഞാൻ ചെയ്യൂല, നിന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കൂല, അങ്ങനെ പറയാൻ കഴിയണം നമ്മൾ. ഓക്കെ, ശരി. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് സർ, എൻ്റെ പേര് പാർവതി എന്നാണ്. ഞാൻ +1 എയിൽ സ്റ്റുഡൻ്റ് ആണ്. ആദ്യം തന്നെ ജനൻ ടിവിനോട് ഈ ഒരു ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻ നടത്തിയതിനോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ ഡ്രഗ്സ് എങ്ങനെയാണ് നമ്മളെ മെൻ്റലി ഫിസിക്കലി ഒക്കെ ടയേർഡ് ആക്കുന്നത്, പിന്നെ അതേപോലെ ബ്രെയിനൊക്കെ എങ്ങനെയാണ് ഇത് മാരകമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് തുടങ്ങിയത്. അതായിരുന്നു നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഓക്കെ പ്ലീസ് നമ്മുടെ നോർമൽ പാത്വേനെ അത് ഹൈജാക്ക് ചെയ്യും. നമ്മുടെ നോർമൽ പാത്വേന് ഉണ്ടാവുന്ന ഘടകങ്ങൾ ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ, ആ പ്ലഷറബിൾ ഫീലിങ്ങിൽ അങ്ങനെ നിൽക്കും. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ കഴിച്ച ഒരു പൊടി അല്ലെങ്കിൽ ഒരു തരി മതിയാവില്ല, ഒരു 4 തരി വേണമായിരിക്കും. ഒരു 4 തരി വേണമായിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതൊരു 8 തരിയോ 10 തരിയോ. അതിനാണ് നമ്മൾ പറയുന്നത് ടോളറൻസ്. നേരത്തെ ഒരു ഗ്ലാസ് മദ്യം കഴിച്ച ആൾക്ക് ചിലപ്പോൾ പിന്നെ അതേ ഹൈ കിട്ടാൻ 3 ഗ്ലാസ് വേണം. കാരണം നമ്മുടെ ശരീരം, നമ്മൾ ഏതൊരു അവസ്ഥയിലും നമ്മുടെ ശരീരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുക. അപ്പോൾ തലച്ചോറിൽ ഒരുപാട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുമ്പോൾ തലച്ചോറിനെ തീരുമാനിക്കും ഇത്ര ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരണ്ട, ഇതിന് ഇത്ര വന്നാൽ മതി. അപ്പോൾ നേരത്തെ വന്ന അത്ര ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരാൻ നമ്മൾ കൂടുതൽ എമൗണ്ട് കഴിക്കേണ്ടി വരും. അതങ്ങനെ കൂടി 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 നമ്മുടെ തലച്ചോറിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസിനെല്ലാം നമ്മളെ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും. നിങ്ങളാരെങ്കിലും തുറന്ന സ്ഥലത്ത്, പൊതു സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും പുറത്ത് പോയി മൂത്രമൊഴിക്കുകയോ? ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും പോയി മൂത്രമൊഴിക്കുകയോ?
അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു ഇൻഹിബിഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ? ഒരു സോഷ്യൽ ഇൻഹിബിഷൻ. അത് നമ്മുടെ തലച്ചോറാണ് തരുന്നത്. ആ സോഷ്യൽ ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും ആരെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും നമ്മുടെ തലച്ചോറ് മാറും. ആ ഒരു ചേഞ്ചാണ് ക്രോണിക് ഡ്രഗ് യൂസ് ആണെങ്കിലും ആൽക്കഹോൾ കൊണ്ടാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ലോങ് ടേം യൂസിൽ നമ്മളെ തലച്ചോറിനെ എല്ലാ രീതിയിലും ബാധിക്കും. ഹലോ, ഞാൻ ആദിത്യ മാധവാണ്, +2 പഠിക്കുന്നു. അപ്പോൾ സാറേ, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഡ്രഗ്സിന് പേഴ്സണാലിറ്റി മൊത്തം എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? എഡിറ്റ് ചെയ്ത് നല്ലതാക്കണോ മോശമാക്കണോ? ഐ മീൻ, ഇപ്പോൾ ഡ്രഗ്സ് ഓവറായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും ആ പേഴ്സണാലിറ്റി വരുന്നത്? എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വരും? എന്തൊക്കെ പഴയ ശീലങ്ങൾ പോയി പോവും? എന്തൊക്കെ ആയിരിക്കും അത്? ഓക്കെ, എന്താ പേര് പറഞ്ഞേ? ആദിത്യ മാധവ്. ആദിത്യ മാധവ് ചോദിച്ചത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി മാറുമോ എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി മാറുമോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഡിക്ഷൻ എന്നാ. എന്തുകൊണ്ടത് അഡിക്ഷൻ എന്ന് പറയാൻ കാര്യം? നമ്മൾക്ക് ഒരു സാധനം കിട്ടി, അതുകൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടി, ഇനി അത് വീണ്ടും വേണം വീണ്ടും വേണം വീണ്ടും വേണം എന്നുള്ള അവസ്ഥയിലേക്ക് പോകും അല്ലേ? അപ്പോൾ അത് കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താവും? നമുക്കൊരു സാധനം വേണം, നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നാച്ചുറലി നമ്മളെന്താ ചെയ്യുക? നിങ്ങളെന്തായിരിക്കും ചെയ്യുക? അത് ഏതെങ്കിലും രീതിയിൽ കിട്ടാൻ എങ്ങനെയാണ് സാഹചര്യം എന്നുള്ളത് നോക്കും അല്ലേ? അപ്പോൾ നോർമലി ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ അച്ഛനോട് സൈക്കിൾ വാങ്ങിക്കണം എന്നാ പറഞ്ഞു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇല്ല, +2 മാർക്ക് വരട്ടെ എന്നിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ +2 ചിലപ്പോൾ നന്നായി പഠിക്കാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ കരഞ്ഞ് ബഹളം വെച്ച് അമ്മയുടെ അടുത്ത് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ചിലപ്പോൾ ഫോൺ വാങ്ങിക്കാൻ നോക്കും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം. പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയാൽ പോരാ, എനിക്കിപ്പോൾ കിട്ടണം. എനിക്കിപ്പോൾ കിട്ടണമെങ്കിൽ എന്താ മാർഗം? എനിക്കതിനുള്ള പൈസ കിട്ടണം, അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യാൻ ഏതെങ്കിലും രീതി എനിക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഞാൻ മോഷ്ടിക്കേണ്ടി വരും. അപ്പോൾ മോഷണം ഒരു നോർമൽ ട്രെയ്റ്റ് ആണോ? നോർമൽ ഒരാൾ ചെയ്യുന്നൊരു കാര്യമാണോ? അല്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഉപദ്രവിച്ച് അവരുടെ നിന്ന് പൈസ വാങ്ങിക്കാം. അതെൻ്റെ പേഴ്സണാലിറ്റിയിൽ വരുത്തുന്ന ചേഞ്ച് ആണോ? അല്ലേ? അപ്പോൾ ആ ഡ്രഗ് സീക്കിംഗ് ബിഹേവിയർ തന്നെ, ആ മരുന്ന് കിട്ടാനുള്ള ആ ബിഹേവിയർ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റും. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ചില ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ തീവണ്ടി സിനിമ കണ്ടിട്ടുണ്ടോ? തീവണ്ടി, അതിൽ ബാക്കി എല്ലാവരും പുകവലിച്ചപ്പോൾ ചുമച്ചു, ടൊവിനോ പുകവലിച്ചപ്പോൾ ചുമച്ചില്ല അല്ലേ? ടൊവിനോ അഡിക്റ്റായി മാറി സ്മോക്കിങ്ങിനോട്, ചെയിൻ സ്മോക്കറായി മാറി. ചില ആൾക്കാരുടെ ജീനിലുണ്ട്, അവർ ചിലപ്പോൾ അഡിക്റ്റ് ആവാം എന്നുള്ളൊരു സാധ്യത. അവർ ചിലപ്പോൾ എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ എന്ത് ലഹരി ഉപയോഗിച്ചാലും അവരതിന് അഡിക്റ്റ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതയുള്ള ആൾക്കാർ, അവർ പിന്നെ അവരുടെ എല്ലാ ചിന്തയും അവരുടെ ബാക്കി എല്ലാ ജോലിയും മാറ്റിവെച്ച് അവരുടെ ഉദ്ദേശം ആ ഡ്രഗ് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ അടിമുടി പേഴ്സണാലിറ്റി മൊത്തത്തിൽ മാറ്റുന്ന ഒരു സംഗതിയാണ് ഡ്രഗ് അഡിക്ഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? ഓക്കെ. വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? Hi, my name is Dilkush and I'm from 11C. Okay. So my question is, how can we stop a person from using drugs? Like, what should a person do to stop using drugs? What should a person do means, am I stopping someone else or myself? Stopping someone else. You're stopping someone else. Okay. So first and foremost is, should I answer in English? Do you follow Malayalam? Okay. Anyway. Okay. Either way. Okay. നമ്മൾ ഒരു സാധനം നിർത്തണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതേപോലെ ഡിപ്പെൻഡൻസ് വരുന്ന ഒരു സാധനം നിർത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മൾ തീരുമാനിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ തോന്നുമായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഹോംവർക്ക് ചെയ്യണം, നിങ്ങൾ മടിയായി, വീട്ടിൽ പോയി TV കണ്ടിരുന്നു, ഹോംവർക്ക് തീരുന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒന്നും കൂടി എൻ്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവർ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഹോംവർക്ക് ചെയ്ത് തീർക്കാമായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം അല്ലേ? പക്ഷെ അഡിക്ഷൻ ഒരിക്കലും ഇച്ഛാശക്തിയുടെയോ വിൽ പവറിൻ്റെയോ കുറവല്ല, അതൊരു രോഗാവസ്ഥയാണ്. അഡിക്ഷൻ എന്നുള്ളതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ
ഏറ്റവും പ്രധാനം ആ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി കംപ്ലീറ്റ്ലി വില്ലിങ് ആയിരിക്കണം എന്നുള്ളതും, അതിനൊരുപാട് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. മരുന്നുകളായിട്ടും കൗൺസിലിംഗ് ആയിട്ടും ബിഹേവിയറൽ തെറാപ്പീസായിട്ടും ഒരുപാട്. ഈ അഡിക്ഷൻ വരാൻ എന്തെങ്കിലും ഒരു കാരണം കാണും. എവിടെന്നെങ്കിലും തുടങ്ങിയത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. ആ കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് റീപ്ലേസ് ചെയ്യാൻ എന്ത് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് ആ രോഗിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കാം. ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് പാത്വേ ഇസ് നോട്ട് ടു സ്റ്റാർട്ട് ഡ്രഗ്സ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ളൊരു ജോലിയാണ്. അത് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഡ്രഗ്സ് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഡ്രഗ്സ് ഏതർ എന്താ പറയുക, ചെടികളായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിട്ടോ ഇനീഷ്യലി മനുഷ്യൻ ഉണ്ടാക്കി തുടങ്ങി, പിന്നെ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് വരെ എത്തി നിൽക്കുന്നത് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടുള്ളതാണ് ഡ്രഗ്സ്. അപ്പോൾ നമുക്കൊരിക്കലും ഡ്രഗ്സ് ഇല്ലാതാക്കാൻ കഴിയില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ സാറ് പറഞ്ഞ പോലെ വഴിമാറി നടക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. യെസ്. ഹായ് സാർ, മൈ നെയിം ഇസ് ഗംഗാഞ്ജലി. ഞാൻ 12A ബയോസയൻസ് ആണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടായിരുന്നു. ഷോ പ്ലീസ്. ചോദിക്കേ. ഓക്കെ സാർ, ഈ വെള്ളമടിച്ച് വരുന്ന ആളുകളൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തി അവരെ കണ്ടുപിടിക്കാൻ നമുക്കൊരു മെഷീനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുപോലെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇനി വരുമോ? എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കാരണം ഇത് കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു വിജയം അത് തന്നെയാണ്. ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് ഒരു ഈ മദ്യപിച്ച് വരുന്നവരെ അവരുടെ ഭാവഹാവാദികളിലൂടെ അവരുടെ സ്മെല്ല് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പഴയ കാലത്ത് ഈ NDPS നിയമങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾ ഈ ഇതിൽ മണത്ത് നോക്കിയതിൽ നിന്നൊരു വാക്കിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പുതിയ MDMA, ഇപ്പോൾ ഡോക്ടർക്ക് പറയാം, MDMA ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അവരുടെ സിരകളിൽ ഇത് ഓടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആക്ടിവിറ്റി അവർ തുടങ്ങുമ്പോൾ നമുക്കിതിനെ പറ്റി ഇങ്ങനെ ഒരു ഡ്രഗ് അവർ ഉപയോഗിച്ചിട്ടുണ്ട് മനസ്സിലാവും. അല്ലാതെ പ്രീ ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡ്രഗ് ഈ MDMA ഇങ്ങനത്തെ കഞ്ചാവായി മാറിയതിലൊരു കാര്യമുണ്ട്. എന്താണ്? മണമില്ല, ഗുണം ഒരുപാടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. നമുക്കറിയില്ല, അതിൻ്റെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പൊ ഇനി വരുന്ന തലമുറകളെ ഇങ്ങനെ കൂടുതൽ ഡ്രഗായിട്ട് അഡിക്റ്റഡ് ആയിട്ട് അങ്ങനെ നടക്കുന്ന ആളുകളെ മനസ്സിലാക്കാനായി നമുക്കൊരു വഴിയും ഉണ്ടാവില്ല എന്നാണോ? അല്ല, അതല്ലേ ശാസ്ത്രം ഇതിൽ മോളെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. നമ്മൾ MDMA പോലും ഔട്ടാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ സൂപ്പർ ഹ്യൂമൻ ഡ്രഗ്സ് എന്ന ലോകത്തേക്കാണ് ഈ ലോകം സഞ്ചരിക്കുന്നത്. കാരണം പഴയ കാലത്ത് ചോദിക്കും, എന്താ നീ കഞ്ചാവാണോ? ഞങ്ങളൊന്നും കഞ്ചാവല്ല മോനെ, ഞങ്ങളൊക്കെ MDMA ആണ്. ഔട്ടായിക്കൊണ്ടിരിക്കുക, ഓരോ ഉൽപ്പന്നം ഔട്ടാവുക. അപ്പോൾ ശാസ്ത്രം ഒരു ഭാഗത്ത് വളരുന്നു, ഒരു ഭാഗത്ത് നല്ല ലോകം വളരുമ്പോൾ ഒരു ഭാഗത്ത് ചീത്ത ലോകവും വളരുന്നുണ്ട്. കണ്ടുപിടിക്കും. എല്ലാത്തിനും നമുക്ക് ശുഭപ്രതീക്ഷകളാണ് നമ്മളെ നയിക്കുന്നത്. എല്ലാത്തിനും മാർഗമുണ്ട്. ക്ലിയർ? ഓക്കെ സാർ, താങ്ക് യു. ഇനി സാറിനോടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ പ്രശ്നക്കാർ മാതാപിതാക്കളാണെന്നാണ് പൊതുവേ സംസാരം. അപ്പോൾ ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ മിസ്റ്റേക്ക് അല്ല, അത് അവരുടെ പാരൻസ് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണമാണ് എന്ന് പറയുന്നതിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഓക്കെ, മോളുടെ പേരെന്താ പറഞ്ഞ മോൾ? ഗംഗാഞ്ജലി. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. നേരത്തെ സാറ് പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ചില ടെസ്റ്റുകൾ, നമ്മൾ യൂറിനൊക്കെ നോക്കുന്ന ചില ടെസ്റ്റുകൾ ഉണ്ട്. ആ ടെസ്റ്റുകളിൽ ചില വിഭാഗം ഡ്രഗ്സുകളെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്പോർട്സിലൊക്കെ കേട്ടിട്ടില്ലേ, ഡോപ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡ്രഗ് പോസിറ്റീവ് ആണെന്ന് കണ്ടു, ആളെ ബാൻ ചെയ്തു എന്നൊക്കെ. അതേപോലെ ചില ടെസ്റ്റുകളുണ്ട്. പക്ഷേ സാറി പറഞ്ഞ പോലെ ഒരു 10,000 ഘടകങ്ങൾ അല്ലെങ്കിൽ 10,000 അഡിക്റ്റീവായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ഇനിയും ശാസ്ത്രം ഇതേപോലെ കൂടുതൽ വളർന്ന് പുക ഊതിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് കണ്ടുപിടിക്കാനുള്ള രീതികൾ വരും. പക്ഷേ അതിനെ ഔട്ട്റൺ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാൻ അപ്പുറത്ത് ശക്തമായിട്ടുള്ളൊരു ഡ്രഗിൻ്റെ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പാരൻസിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ കുട്ടികളാണോ ഇതെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തുകൊണ്ടായിരിക്കും ഒരാൾ ഡ്രഗ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും?
ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കഴിക്കുന്നു, അവൻ പറയുന്നു പിയർ പ്രഷർ അല്ലേ, കൂട്ടുകാരൻ പറയുന്നു നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്കും തോന്നും എന്നാ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അല്ലേ. പിയർ പ്രഷർ ഒരു ഘടകമാണ്. രണ്ടാമത്തേത് ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും, വീട്ടിലെ ട്രോമകൾ ഉണ്ടാവാം, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ വരുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതേപോലെ ലഹരിക്കുള്ള അടിമകളായിരിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കും രണ്ട് തരത്തിൽ വരാം. ചില ആൾക്കാർ അതൊരിക്കലും ഉപയോഗിക്കാത്ത രീതിയിലേക്കും പോവാം, ചില ആൾക്കാർ അത് ഉപയോഗിക്കുന്ന രീതിയിലേക്കും പോവാം. പിന്നെ നമ്മളെല്ലാം നമ്മുടെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. നമ്മുടെ മക്കളെ ഒരുപാട് സ്നേഹിക്കും. നമ്മളൊരു അന്ധമായിട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പാരൻസ്. അപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടികൾക്ക് ആ നല്ല രീതിയിൽ വളരാൻ, അഡിക്ഷനിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾ, നിങ്ങൾ ആർക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാത്തവരല്ല അല്ലേ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക, എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നറിയുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാം ജെൻ ആൽഫ എവിടെ എത്തി? ജെൻ ആൽഫ ബീറ്റ തീറ്റയിലെത്തി. എല്ലാം ഇൻഫർമേഷൻ നിങ്ങളുടെ മൊബൈലിലുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയാത്തവരല്ല, പക്ഷെ എന്നിട്ടും ഇൻഫോംഡ് ചോയ്സ് നിങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിക്കും വ്യക്തിയുടെ ചുറ്റുപാടിനും വ്യക്തിയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഉത്തരവാദിത്വമുണ്ട് ഡ്രഗ്സിലേക്ക് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ഐ തിങ്ക് വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ ഫോർ ദിസ് ടൈം. അരമണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗുഡ് ക്രൗഡ്. ഈ ചോദ്യം ചോദിച്ച കുട്ടികൾ എത്രയും വേഗം ഒന്ന് വേദിയിലേക്ക് വരിക. ചെറിയൊരു സമ്മാനമുണ്ട്, സന്തോഷ് ബ്രഹ്മി നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ചോദ്യം ചോദിച്ച കുട്ടികളൊന്ന് വരിക, പെട്ടെന്ന് വരിക.